അവർ അത്യധികം ഭയന്നുറച്ചു. ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നു. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടം 12ാം തിരുസഭ മാതാവ് ഇത് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന സംഭവമാണ് വിവരിക്കുന്നത്. നമുക്കറിയാം, സായാഹ്നമായപ്പോൾ യേശുവും ശിഷ്യന്മാരും അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വള്ളത്തിൽ ആഞ്ഞടിച്ചു കയറിയപ്പോൾ ശിഷ്യന്മാർക്ക് ദൈവസാന്നിധ്യവും വിശ്വാസവും നഷ്ടപ്പെട്ടു പോയി. അവർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ചെയ്യുന്നത്, കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമെന്ന്. വാസ്തവത്തിൽ ഈശോ അവരുടെ വിശ്വാസം പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതമാവുന്ന സഹനത്തോണിയിൽ ഉത്കണ്ഠകളും രോഗങ്ങളും കഷ്ടതകളും നഷ്ടപ്പെടലുകളും കടബാധ്യതകളും ഒക്കെ സങ്കട കൊടുങ്കാറ്റുകൾ അടിച്ചു കയറുമ്പോൾ നാം ശിഷ്യന്മാരെ പോലെ ദൈവവിശ്വാസവും ദൈവസാന്നിധ്യവും മറന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് കരയാറുണ്ട്. അപ്പോൾ നാം വിസ്മരിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്, അവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം നാം വായിക്കുന്നു, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അതേ പ്രിയമുള്ളവരെ, വിജയം നൽകുന്ന യോദ്ധാവാണ് നമ്മുടെ ദൈവം. നമ്മുടെ കഷ്ടതകളിൽ നാം അറിയാതെ അവൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പ്രശസ്ത എഴുത്തുകാരൻ ഗാരിസ് മാർലിൻ തൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന സഹന കൊടുങ്കാറ്റിനെ അദ്ദേഹം അതിജീവിച്ചത് 3 കാര്യങ്ങളിലൂടെയാണ്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആത്മബോധം വളർത്തിയെടുക്കുവാൻ സാധിച്ചു എന്നതാണ്. തൻ്റെ ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങളിൽ സ്വയം പഴിക്കാതെയും ദൈവത്തെയും കുറ്റം പറയാതെ ദൈവം തന്ന കഴിവുകൾ ദൈവനീതിക്ക് വിനിയോഗപ്പെടുത്തിക്കൊണ്ട് ആ സഹനത്തെ അതിജീവിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. രണ്ടാമതായി അദ്ദേഹം പറയുന്നത്, താൻ ഒറ്റപ്പെട്ടിരുന്ന നിമിഷങ്ങളിൽ സുമനസ്സുകളുടെ സഹായം തന്നെ തേടിയെത്തത് ദൈവത്തിൻ്റെ കരുതലിൻ്റെയും മനുഷ്യബന്ധത്തിൻ്റെയും ആഴത്തെയും മനസ്സിലാക്കുവാൻ സാധിച്ചു. മൂന്നാമതായി അദ്ദേഹം പറയുന്നത്, സഹനവും ക്ഷമയുമാണ് ജീവിത വിജയത്തിൻ്റെ സുവർണ താക്കോലുകളെന്നാണ്. നമ്മുടെ ഏതൊരു കഷ്ടത നിമിഷങ്ങളിലും സഹനവും ക്ഷമയും നമ്മളെ കൂടുതൽ ബലപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഈ എഴുത്തുകാരൻ്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്, ഓരോ സഹന കൊടുങ്കാറ്റുകളും നമ്മെ തളർത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മെ ബലപ്പെടുത്തുകയാണ്. ഒരു ഉദാഹരണത്തിന് ഞാൻ ന്യൂയോർക്കിൽ നടന്ന ഒരു സംഭവം വിവരിക്കുകയാണ്. ന്യൂയോർക്കിലെ ഫേമസ് ജേർണലിസ്റ്റ് ജിം എന്ന വ്യക്തി കത്രീന കൊടുങ്കാറ്റ് ദുരന്തത്തിന് ദൃക്സാക്ഷിയായി. അദ്ദേഹം പല ദുരന്തങ്ങളും കണ്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചോദിച്ചുപോയി, ദൈവമേ, അങ്ങെവിടെയാണ്? ഇത് പറഞ്ഞ മാത്രമേ മരണത്തോട് മല്ലിട്ടടിക്കുന്ന ഒരു വയോധികനെ ഇദ്ദേഹം കാണുവാനിടയായി. ഉടനെ അദ്ദേഹം ഓടിച്ചെന്ന് ആ വയോധികനെ രക്ഷപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായി, ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിന് അദ്ദേഹത്തിനെ ദൈവം ഒരു ഉപകരണമാക്കി. പ്രിയമുള്ളവർ, ഈ ജിമ്മിനെ പോലെ നമുക്കും അപരൻ്റെ ദുരന്തത്തിന്, അപരൻ്റെ സഹനക്കൊടുങ്കാറ്റിന് സാന്ത്വനമാകുവാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം വിജയപൂർണ്ണമാണ്. ക്രിസ്തു എന്നോട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതുമാത്രമാണ്, അപരൻ്റെ വേദനകളിൽ, അപരൻ്റെ സങ്കട കൊടുങ്കാറ്റുകളിൽ താങ്ങായി തണലായി നാം ഓരോരുത്തരും മാറണമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഓർക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ സഹനത്തോണിയിൽ അമരത്ത് അവൻ ശാന്തമായി കിടന്നുറങ്ങുന്നു. ആ ദൈവ സാന്നിധ്യത്തെ അനുദിന ജീവിതത്തിൽ നാം വിളിച്ചു നടത്തിയാലേ നമ്മുടേക്ക് ഇഹലോകവാസ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. ഈ ഒരു കൃപയ്ക്കായി നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.